ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ ആര്യൻ തന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വിജയിച്ചു. പക്ഷേ വേറെ കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആര്യനെ ഈ ടാസ്ക് നടത്താൻ സഹായിക്കുന്നത് നമ്മുടെ നിവിൻ അല്ലായിരുന്നോ? 9 കോയിനാണ് നിവിൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആര്യൻ ഇവിടെ ഈ ടാസ്കിൽ വിജയിക്കാൻ പറ്റുന്നത്. ആ അതുകൊണ്ട് നിവിൻ ഭയങ്കരമായിട്ട് കലിപ്പിലാണ്. ആര്യനും നിവിനും തമ്മിൽ ലൈവിൽ നല്ല പൊരിഞ്ഞടി നടക്കുന്നുണ്ട്. തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് അവിടെ ദേഷ്യപ്പെടുന്നുണ്ട്. നമ്മുടെ നിവിനെ അറിയാമല്ലോ, ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റും. പക്ഷെ ഇത്രയും പേരെ ഉൾപ്പെടുത്തിയിട്ടും അതും ആരും ഷാനവാസിനെ ഉൾപ്പെടുത്തിയത് കൂടി നിവിൻ ചോദിക്കുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷാനവാസിനെ പോലും നീ ഉൾപ്പെടുത്തിയിട്ട് എന്നെ നീ ഉൾപ്പെടുത്തിയിട്ടല്ലോ എന്നുമ്പോൾ നിവിൻ അവിടെ കൊണ്ട് ഭയങ്കരമായ ബഹളം നടക്കുന്നുണ്ട്. ആര്യനെ വേണ്ടി ചാടി കയറുന്നുണ്ട് നിവിൻ. പക്ഷെ ആര്യൻ ചെയ്തത് തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഇതിലേക്ക് കടന്നു പോകാനുള്ള കാരണക്കാരൻ നിവിനാണ്. പക്ഷെ അപ്പൊ നിവിനെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു. ഇത്രയും പേരെ ഉൾപ്പെടുത്തിയപ്പോൾ ഒരു ഘട്ടത്തിലേക്ക് നിവിനെ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ആര്യൻ നിവിനെ ഉൾപ്പെടുത്താത്ത കാരണം പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിവിനാണെങ്കിൽ ഫുഡ് ഇത് സീക്രട്ട് ഉള്ള ടാസ്ക് അല്ലേ, അപ്പം ഈ സീക്രട്ട് ആയിട്ടുള്ള കാര്യം പുള്ളിക്കാരനെ ഏൽപ്പിച്ച പുള്ളിക്കാരൻ അത് സീക്രട്ടായിട്ട് വെക്കത്തില്ല, അത് പബ്ലിക് ആകുന്നുള്ളൊരു ഭയം കൊണ്ടാണ് ആരെയും ഉൾപ്പെടുത്താതിരുന്നത്. ഇപ്പൊ ഷാനവാസിനെ ഉൾപ്പെടുത്തിയ കാര്യം തന്നെ നിവിൻ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ ഷാനവാസിനെ ഉൾപ്പെടുത്തി? അപ്പൊ പിന്നെ എന്നെ നിനക്ക് ഉൾപ്പെടുത്തി കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് സീക്രട്ട് ടാസ്ക് ആണെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു, അത് രഹസ്യമായിട്ട് ഞാനും നിന്റെ കൂടെ ചേർന്ന് ചെയ്തേനെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുള്ള സാവും നമ്മുടെ സീസൺ 1 മത്സരാർത്ഥി വിജയുണ്ടല്ലോ, സാവുമ്മനോട് എത്തിയിരിക്കുന്ന പുള്ളിക്കാരനോടും പറയുന്നുണ്ട്, ആരും എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചു, ആരും ചെയ്തത് തെറ്റില്ലോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ സാവും പറയുന്നുണ്ട്, ഞാനും കരുതി നിന്നെ അവൻ വിളിക്കുക എന്നുള്ളത്, പക്ഷെ നിന്നെ വിളിക്കാതിരുന്നത് തെറ്റായിപ്പോയി എന്ന് പറയുന്നത്, ഏതെങ്കിലും ഘട്ടത്തിൽ വിളിച്ചേനെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അക്ബറിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിവിൻ. നിങ്ങളെ അടുത്ത പ്രാവശ്യം ഞാൻ നോമിനേഷൻ ചെയ്യും, നിങ്ങളും ഇതിന് കാരണക്കാരനാണ്, നിങ്ങൾ ഇതിന് കൂട്ട് നിന്ന് എന്നെ വിളിക്കാൻ നിങ്ങൾ പോലും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മുടെ നിവിൻ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡിൽ അത് കാണുകയും ചെയ്യാം.